സ്വാഗതം. കഴിഞ്ഞ ഡിസംബർ 31, അതായത് 2024 ഡിസംബർ 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിച്ച തിരുവനന്തപുരം ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിലെ എല്ലാ ഗുണഭോക്താക്കളും ഓഗസ്റ്റ് 24 മുമ്പ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കേണ്ടതാണ്. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ ഓഗസ്റ്റ് 24 മുമ്പ് മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതാണ്. കഴിഞ്ഞ ഡിസംബർ 31 വരെ വിരമിക്കൽ തീയതി വരുന്നവരും കഴിഞ്ഞ വർഷത്തെ പൊതു മസ്റ്ററിംഗ് കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്യാതെ മുൻ മാസങ്ങളിൽ 1 മുതൽ 20 വരെയുള്ള തീയതികളിൽ മസ്റ്റർ ചെയ്തവരും ഈ കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മാത്രം ലൈഫ് സർട്ടിഫിക്കറ്റും ആധാറും ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുടർന്ന് പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് 2025 ആരംഭിച്ചിരിക്കുകയാണ്. 2024 ഡിസംബർ 31 മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും 2025 ജൂൺ 25 മുതൽ 2025 ഓഗസ്റ്റ് 24 അക്ഷയ കേന്ദ്രങ്ങൾ വഴി ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ്. മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി സ്വന്തം ആധാർ കാർഡും ക്ഷേമ പെൻഷൻ ID നമ്പറുമായി പെൻഷൻ വാങ്ങുന്ന വ്യക്തി തന്നെ അക്ഷയ കേന്ദ്രത്തിൽ എത്തി പെൻഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത 5 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ മുടങ്ങുന്നതാണ്. ഈ കാർഡുകളിലെ അംഗങ്ങളിൽ ആരെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ കാർഡ് റദ്ദാക്കില്ല. നടത്തിയവർക്ക് റേഷൻ ലഭിക്കുന്നതാണ്. നടത്താത്തവരെ മാത്രം താൽക്കാലികമായി ഒഴിവാക്കി നോൺ കേരള റെസിഡൻസ് NRK സ്റ്റാറ്റസ് നൽകുന്നതാണ്. ഇവർക്ക് മസ്റ്ററിങ്ങിന് 3 മാസത്തെ സാവകാശം നൽകുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് അനുവദിച്ച സമയം ഈ മാസം 30 അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. 3 മാസം സാവകാശം നൽകുമ്പോൾ റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുകയും ചെയ്യുന്നതാണ്. തുടർന്ന് നോട്ടീസ് നൽകിയാകും ഒഴിവാക്കുന്നത്. പുതിയ റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ: കാർഡ് ഉടമയുടെ ഫോട്ടോ, കാർഡിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ ആധാർ കാർഡ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, റേഷൻ കടയുടെ ARD നമ്പർ, അത് റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷ ഫോം, അത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, അംഗങ്ങളുടെ ആരുടെയെങ്കിലും ബാങ്ക് പാസ്ബുക്ക്, മറ്റ് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്ത സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ അപേക്ഷ നൽകാവുന്നതാണ്. മുൻഗണനാ വിഭാഗത്തിലേക്കുള്ള റേഷൻ കാർഡ്, അതായത് BPL റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള
അപേക്ഷാ തീയതി നീട്ടിയിരിക്കുകയാണ്. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 2025 ജൂൺ 30 അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റും BPL സർട്ടിഫിക്കറ്റുമായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാർഷിക സേവനങ്ങൾ വേഗത്തിലാക്കുവാനും കർഷകർക്ക് ആധാർ അധിഷ്ഠിത യുണീക്ക് ID കാർഡ് ലഭ്യമാക്കുന്നതിനും ഡിജിറ്റൽ കർഷക രജിസ്ട്രി നടപ്പാക്കുന്നു. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31. സ്വന്തമായി ഭൂമി കൈവശമുള്ള PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കർഷകരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഡിജിറ്റൽ ഡാറ്റാ ബേസ് ആണ് കർഷക രജിസ്ട്രി അഥവാ ഡിജിറ്റൽ രജിസ്ട്രി. രജിസ്ട്രിയിൽ ഉൾപ്പെട്ട കർഷകരുടെ വിളകൾ സംബന്ധിച്ച വിവരങ്ങളും ഇതിൽ ഉണ്ടാകുന്നതാണ്. ഭാവിയിൽ രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന സമഗ്രമായ ഡിജിറ്റൽ വിവര ശേഖരമായി ഇത് മാറുന്നതാണ്. സംസ്ഥാന കൃഷി വകുപ്പ് മുഖേനയാണ് ഇത് നടപ്പിലാക്കുന്നത്. ആധാർ കാർഡ്, വസ്തുവിൻ്റെ നികുതി അടച്ച ഏറ്റവും പുതിയ രസീത്, ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ എന്നിവയുമായി കൃഷിഭവനുകളിലോ നേരിട്ടോ ഹാജരായോ സ്വന്തമായോ അക്ഷയ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സേവനങ്ങൾ വേഗത്തിലാക്കുവാനും കർഷകർക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ ID കാർഡ്, അതായത് യുണീക്ക് ID കാർഡ് ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കുന്നതാണ്. പലിശ കുറഞ്ഞ വായ്പ, കാർഷിക ഉൽപാദന ഉപാധികൾ, പ്രാദേശിക പ്രത്യേകതകൾ കണക്കിലെടുത്തുള്ള നിർദ്ദേശങ്ങൾ, വിപണികളെ പറ്റിയുള്ള അറിവ്, അതിലേക്കുള്ള പ്രവേശനം എന്നിവ സാധ്യമാകുന്നതുമാണ്. വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി പ്രത്യേകമായി അപേക്ഷ സമർപ്പിക്കാതെയും ഓൺലൈനായും അപേക്ഷിക്കാനുള്ള സാഹചര്യം നിലവിൽ വരുന്നതാണ്. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരുകളുടെ സഹായിക്കുവാനും രജിസ്ട്രി ഉപകരിക്കുന്നതാണ്. രജിസ്ട്രേഷൻ പ്രക്രിയയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് കർഷക രജിസ്ട്രിയിൽ അംഗങ്ങളായ എല്ലാ കർഷകർക്കും സവിശേഷ കർഷക ID നമ്പർ ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനുള്ള ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയാകും കർഷക ID. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂവിവരങ്ങൾ അടങ്ങിയ ആധികാരിക ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ 1 മുതൽ ഭൂ ഉടമകൾക്ക് കൈമാറുന്നതാണ്. QR കോഡും 10 അക്ക ഡിജിറ്റൽ നമ്പറും ഉൾപ്പെടുന്ന ATM കാർഡ് വലിപ്പത്തിലുള്ളതാണ് റവന്യൂ കാർഡ്. ഭൂമിയും അതിലെ കെട്ടിടങ്ങളും സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഇതിൽ ലഭ്യമാകുന്നതാണ്. ഡിജിറ്റൽ റീസർവേയുടെ 3ാം ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 639 വില്ലേജുകളിൽ ആരംഭിച്ച റീസർവേ നടപടികൾ 312 വില്ലേജുകളിൽ പൂർത്തിയായിട്ടുണ്ട്. സർവേ പൂർത്തിയായ വില്ലേജുകളിൽ റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായ റെസിലും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായ പേളും സർവേ വകുപ്പിൻ്റെ പോർട്ടലായ മാപ്പും സംയോജിപ്പിച്ച് എൻ്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടൽ തയ്യാറായി. ഭൂമിയുടെ കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള ടെംപ്ലേറ്റ് സംവിധാനം, പ്രിയൂ മ്യൂട്ടേഷൻ, ഓട്ടോ മ്യൂട്ടേഷൻ, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഭൂമിയുടെ നികുതി അടവ്, ഭൂമി തരം മാറ്റം, ഭൂമിയുടെ ന്യായവില നിർണയം തുടങ്ങിയ വില്ലേജ് സർവേ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നുള്ള സേവനങ്ങൾ ഈ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാകുന്നതാണ്. റീസർവേയുടെ ഭാഗമായി വരുന്ന അധിക ഭൂമിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ സെറ്റിൽമെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്.
മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വത്തിന് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ: ഫോട്ടോ, ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ബോട്ടിൻ്റെ RC, ബോട്ട് ഉടമയുടെ സാക്ഷ്യപത്രം, ബോട്ട് ഉടമയുടെ ക്ഷേമനിധി രസീത്, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ അപേക്ഷകയുടെ മത്സ്യഗ്രാമത്തിൽ നിലവിൽ മത്സ്യത്തൊഴിലാളി ആയിട്ടുള്ള ഒരാളുടെ പാസ്ബുക്കിൻ്റെ കോപ്പി. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ സമീപിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2025 ജൂലൈ 31. 60 വയസ്സിൽ താഴെയുള്ള കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ID കാർഡിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ആവശ്യമായ രേഖകൾ സഹിതം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ എത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ: ക്ഷേമനിധിയിൽ രജിസ്ട്രേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, ഫോട്ടോ, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ക്ഷേമനിധി ബോർഡ് അംഗീകരിച്ച ജനനത്തീയതി തെളിയിക്കുന്ന രേഖ സഹിതം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി അപേക്ഷ നൽകാവുന്നതാണ്. അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 വയസ്സിന് താഴെ പ്രായമുള്ളവരും പ്രായപൂർത്തിയായ മക്കൾ ഇല്ലാത്തതുമായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത്. സംശയ നിവാരണത്തിന് അടുത്തുള്ള അംഗൻവാടികളും ശിശു വികസന ഓഫീസുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.